പോലെ മണ്ണിലെ കൃഷി തന്നെയായിരുന്നു, ഇവിടെ ഗ്രോ ബാഗൊക്കെ നിറച്ച് കൃഷി തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടാതായപ്പോഴേക്കാണ് നമ്മളിങ്ങനെ ഒരു ഹൈഡ്രോപോണിക്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു സിസ്റ്റം എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു വലിയ കാണുന്ന സിസ്റ്റത്തിലേക്ക് മാറിയത്. ഇതിപ്പോൾ 180 പ്ലാന്റ്സിൻ്റെയാണ്. നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പുതിനയാണ് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ നമ്മൾ ബേസിലുണ്ട്, പിന്നെ പാലക്കുണ്ട്, പിന്നെ പൊന്നാങ്കണ്ണി ചീര, അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്പേസിങ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇലക്കറികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സ്വിച്ചാർഡുണ്ട്, ഇത് പോക്ചോയുണ്ട്. പോക്ചോ എന്ന് പറഞ്ഞാൽ ചൈനീസ് ക്യാബേജിൻ്റെ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഉള്ളൊരു കറിക്കുള്ള സാധനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ വളർത്താൻ പറ്റുന്ന സിമ്പിൾ ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ്. ഇതിനകത്ത് മണ്ണൊന്നും വേണ്ട, പ്യൂർലി വെള്ളത്തിലൂടെ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചെടിയുടെ വേര് പടലത്തിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ച് ചെടികൾ വളർത്തുന്ന ഒരു രീതിയാണ്. കണ്ടില്ലേ? അപ്പോൾ മണ്ണൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അധികം അധ്വാനിക്കുന്ന പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് ഇതുപോലൊരു സിസ്റ്റത്തിൽ ചെടികൾ വയ്ക്കുക, ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, ചെറിയൊരു മെയിൻ്റനൻസ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ജോബ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രെസ്സുള്ളൊരു ജോബാണ്. അപ്പോൾ അങ്ങനെ വന്നൊക്കെ സമയത്തേക്ക് ടെക്നോ പാർക്കിൽ ഈ പ്രകൃതി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഓർഗാനിക് ഫാമിൽ കുറച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ റൂഫ് ടോപ്പ് ഫുള്ളായിട്ട് ഓർഗാനിക് ഫാമിൽ, അതായത് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുള്ള കൃഷി ചെയ്തത്. ഒരുപാട് റിസോഴ്സൊന്നുമില്ല, ഇതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒന്നും അധികം അവൈലബിൾ ഒന്നുമല്ല. എക്സ്പെരിമെൻ്റ് നിലയ്ക്ക് ഒരു 6 മുളക് വെച്ചു, അത് നല്ല സക്സസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ മണ്ണിലെ കൃഷി വളരെ കുറച്ചാണ്, ബാക്കിയെല്ലാം മാക്സിമം ഹൈഡ്രോപോണിക് കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ ടൈപ്പ് ക്രോപ്സും നമ്മൾ ഇതിനകത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. നെല്ല് വെച്ചിട്ടുണ്ട്, പയർ, വെണ്ടയ്ക്ക, കുക്കുംബർ, പിന്നെ ഇലക്കറികളെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും നമുക്ക് ഹൈഡ്രോപോണിക് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പ്രശ്നമുള്ളത് റൂട്ട് വരുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, റൈസോംസ് വരുന്നത്. അപ്പോൾ അതിലും നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് മഞ്ഞൾ വളരെ സക്സസ്ഫുള്ളായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ക്രോപ്പിനും പറ്റിയൊരു ഐഡിയയാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. കുറച്ച് സിസ്റ്റംസിൻ്റെ വ്യത്യാസം, പിന്നെ അതിൻ്റെ ഡിസൈൻ, സ്പേസിംഗ് ഒക്കെ ഒന്ന് വ്യത്യാസം വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലാന്റ്സും ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ ചെറിയൊരു ഫാമിലിക്ക് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണിയിലോ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കിറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 48 പ്ലാന്ററിൻ്റെ സിസ്റ്റമാണ്. 48 ചെടികൾ വയ്ക്കാൻ പറ്റും. ഏകദേശം ഒരു 2 മീറ്റർ സ്ക്വയറിനുള്ളിൽ ഈസി ആയിട്ട് നിൽക്കുന്നതാണ്. റൂഫ് ടോപ്പിൽ വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്, ഹാഫ് വരുന്ന മോഡൽ, 24 പ്ലാന്റ്സിൻ്റെത്. അത് ബാൽക്കണിയിലെ ഒരു ചെവറിലോട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ഗ്രേഡ് UV ട്രീറ്റഡ് പൈപ്സ് ആണ്. അത് കുറച്ച് സേഫാണ്. നമ്മൾ PVC യൂസിനേക്കാളും കുറച്ചുകൂടെ സേഫാണ് ഫുഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചാനലുകളെല്ലാം അതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്തതിനകത്തുള്ള വേരും പൊടിയും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഹൈഡ്രോപോണിക്സിലേക്ക് വിത്ത് മുളപ്പിക്കുന്ന 2 രീതിയാണിത്. ഇതിൽ ഒരെണ്ണം OSS സ്പോഞ്ചാണ്. ചെറിയൊരു നമ്മുടെ ഫ്ലോറൽ സ്പോഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമ്മളിങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ കിട്ടും. അതിൻ്റെ ഹോളിൽ നമ്മൾ സീഡ്സ് ഇടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ലെറ്റൂസാണ്. ഇത് 4 ദിവസമേ ആയിട്ടുള്ളൂ. ചെറിയൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ സുന്ദരിച്ചീരയുടെ സീഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ വേറെ രീതിയിൽ സീഡ് മുളപ്പിക്കുന്നത് ഇതുപോലെ കൊക്കോപിറ്റ് കോയിൻസിലാണ്. എന്നാൽ കംപ്രസ്ഡ് ആയിട്ടുള്ള കോയിൻസ് വെള്ളത്തിലിടുമ്പോഴേക്കും ഇതുപോലെ വേർത്ത് വരുന്ന ഒരു ചെറിയ പോക്കറ്റായിട്ടിരിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് പാലക്കാണ് ഇട്ടേക്കുന്നത്. അതും ജെർമിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇതേയോടുകൂടി തന്നെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ നെറ്റ് പോട്ടിലേക്ക് വയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഈ ടൊമാറ്റോ പോലുള്ള വലിയ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലുള്ള OSS ക്യൂബിൽ കിളിപ്പിച്ചതിന് ശേഷം അതിന് നെക്സ്റ്റ് സ്റ്റേജ് വളരാനായിട്ട് വേറൊരു സ്പോഞ്ചിൽ വയ്ക്കും, OSS സ്പോഞ്ച്. ഇങ്ങനെ വരുന്ന തക്കാളികളെ നമ്മൾ വയ്ക്കുന്നത് ഗ്രോ ക്യൂബിലാണ്. എന്നിട്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ആണ്, അതായത് ഇത് എപ്പോഴും വളർന്നു പോകുന്നൊരു തണ്ടുണ്ടാവും, വള്ളിയായിട്ട് പോകുന്ന ടൊമാറ്റോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈഡ്രോപോണിക്സിന് വേണ്ടി ടൊമാറ്റോയും ചില്ലീസ് പിന്നെ കുക്കുംബറൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണിത്, OSS സ്പോഞ്ചിൽ വിത്ത് മുളപ്പിക്കുന്ന രീതി. ഇത് 10 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്, ഒരു മിനി സിസ്റ്റമാണ്. ഇൻഡോർ തന്നെ വെക്കണം എന്നില്ല. ഇൻഡോർ വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രോ ലൈറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ബാൽക്കണിയോ എവിടെയെങ്കിലും ഒരു 5 to 6 hours സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ അത് മതിയാവും. ഗ്രോ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നില്ല. അല്ലെങ്കിൽ വീട്ടിനുള്ളിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രോ ലൈറ്റും കൂടെ വെച്ചാൽ മാത്രമേ ചെടികൾ വളരത്തുള്ളൂ. ഇതൊരു മിനി കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റം ആണെന്ന് പറയാം. അതിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ടാങ്കാണ്. ഇതിനകത്തായിരിക്കും നമ്മൾ വെള്ളവും ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും. ഈ ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത വെള്ളം
ഈ ട്യൂബിനകത്തുകൂടി ഓട്ടോമാറ്റിക്കലി ഒരു പ്രോപ്പർ ഇൻ്റർവെൽസിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ്, നമ്മൾ ഇൻറ്റീരിയറിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് വെക്കുന്നത്. ഔട്ട്ഡോറും വയ്ക്കാം. ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ഡയറക്റ്റ്ലി ഈ വെള്ളത്തിൽ മുങ്ങിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ന്യൂട്രിയൻസ് അതിന് ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.